ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. സ്വേച്ഛാധിപതികളായി രണ്ടുപേർ തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. അവരുടെ കളി കാണുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെ കാര്യമായിട്ടൊന്നും അവർക്ക് ചെയ്യുവാൻ പറ്റുന്നില്ല. ഈ ഒരു ടാസ്കിന്റെ പ്രത്യേകത, ആ വീട്ടിൽ വമ്പൻ ചേഞ്ചുകൾ കൊണ്ടുവരുവാനുള്ള അധികാരമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ബിഗ് ബോസ് നൽകിയിരിക്കുന്ന പല റൂളുകളെയും മാറ്റിവെച്ചിട്ട് അവരുടേതായിട്ടുള്ള റൂളുകൾ അവിടെ കൊണ്ടുവരുവാനും ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും മുൾമുനയിൽ നിർത്തി മനോഹരമായ രീതിയിൽ കണ്ടന്റുകൾ കൊടുത്ത് കളിക്കുവാനും പറ്റുന്നൊരു ടാസ്ക്കാണ്. എന്നാൽ ഈ അധികാരം അവർക്ക് ലഭിച്ചിട്ട് ദിവസം ഒന്നാകാറായി. ഇതുവരെയും കാര്യമായിട്ടുള്ള ചലനങ്ങൾ, കാര്യമായിട്ടൊരു കണ്ടന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇവരോടുള്ള ബന്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അനുമോളെ ചുറ്റിപ്പറ്റി മാത്രമാണ്, അല്ലാതെ ഇവരുണ്ടാക്കിയ കണ്ടന്റ് അല്ല. അനുമോളെ ചൊറിയുക, അനുമോൾ ഇപ്പോൾ ഒരൊറ്റപ്പെടൽ സ്ട്രാറ്റജി അവിടെ കളിക്കുന്നുണ്ട് എന്ന് പല ആൾക്കാരുടെയും കമന്റുകൾ കാണുന്നുണ്ട്. സത്യത്തിൽ അനുമോൾ നേരത്തെ മുതലേ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരാളാണല്ലോ. കളി തുടങ്ങിയ സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ടാർഗറ്റ് ചെയ്ത ഒരാളായിരുന്നു അനീഷ്. അനീഷ് ഇപ്പോൾ വേറൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. അനീഷിനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അനീഷിനെ ജനം അംഗീകരിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അനീഷിന്റെ പുറകിന് നടന്ന് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ഓവർ ഹൈപ്പ് ഉണ്ടാക്കി ചളമാക്കും എന്ന് അവർക്ക് പിടികിട്ടിയത് കൊണ്ട് തന്നെ അനീഷിനെ വിട്ടു. അല്ലെങ്കിൽ അനീഷിന്റെ മുമ്പിൽ തോറ്റു എന്ന് പറയുന്നതായിരിക്കും ശരി. ഇപ്പോൾ അവർ അതേ സ്ട്രാറ്റജിയുമായിട്ട് അനുമോളുടെ പുറകിന് നടക്കുകയാണ്. ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അനുമോള് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഗ്രൂപ്പിൽ നടന്ന ചർച്ചകൾ നോക്കൂ. അതിനകത്ത് അനുമോളാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇരയായിട്ട് അവർ കാണുന്നത്. അനുമോളെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്നുള്ളതാണ് അക്ബറും അക്ബാനിയും ഒക്കെ സംസാരിക്കുന്നത്. എത്ര മോശമായിട്ടാണ് അനുമോളെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. ഇന്നലെ സ്വേച്ഛാധിപതികൾ വരികയാണ്. സ്വേച്ഛാധിപതികളെ രണ്ടുപേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ടിപ്സും ട്രിക്കും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ഈ ഗ്രൂപ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തി വരികയാണ്, റന ഫാത്തിമ. അവരാരെക്കുറിച്ചാണ് പറയുന്നത്? അനുമോൾക്ക് പണി കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ ഈ വീട്ടിൽ എന്തൊക്കെ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരണം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ എല്ലാം ടാർഗറ്റായി മാറുന്നത് അനുമോൾ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുമോൾ അല്ലേ ഇപ്പോൾ അവിടെ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാള്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, സ്വേച്ഛാധിപതികളായിട്ട് വന്ന് സ്വയം കണ്ടന്റ് ഉണ്ടാക്കി അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ള രണ്ടാൾക്കാർ, അധികാരം ലഭിച്ചിരിക്കുന്ന രണ്ടാൾക്കാർ. ഈ രണ്ടാൾക്കാരും കറങ്ങി നടക്കുന്നത് അനുമോളുടെ പിന്നാലെ മാത്രമാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവരുടെ സ്തുതിപാഠകരായിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ. ഈ സമയത്ത് അവരെ അനുസരിച്ചുകൊണ്ട് അവർക്ക് വിധേയപ്പെട്ട് അവർ പറയുന്നത് പോലെ അവർക്ക് സ്തുതി പാടി അനുമോളും കൂടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച സ്വാഹ, ആ വീട് ഒരു ഓണമില്ലായി മാറും എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. ചുരുക്കത്തിൽ ഇവരെ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ട്. അത് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അനുമോൾ തന്നെയാണ് എന്നുള്ളതിൽ എന്താണ് സംശയം? കിച്ചൺ ഡ്യൂട്ടിക്ക് ആളില്ലാതെ വന്നപ്പോൾ അനുമോൾ തന്നെയാണ് പറഞ്ഞത്, ഞാൻ കിച്ചണിൽ കയറിക്കോളാം, ജോലി ചെയ്തോളാം എന്ന്. എന്തുകൊണ്ടാണ് അനുമോളെ ആ സമയത്ത് വേണ്ടെന്ന് പറഞ്ഞ് ക്യാപ്റ്റനും ബാക്കിയുള്ളവരും വിലക്കാതിരുന്നത്? അതിനെതിരെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അനുമോൾ തന്നെ പറഞ്ഞൊരു കാര്യം ചെയ്, വെസൽ ടീമിന്റെ കാര്യവും ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. ഇതൊക്കെ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു. എന്നിട്ട് അനുമോൾ കിച്ചണിൽ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും സിൽബന്തിയെ അയച്ചു, പ്രശ്നമുണ്ടാക്കിച്ചു. രണ ഫാത്തിമയാണല്ലോ ഇവരുടെ വാല് പിടിച്ചു നടക്കുന്നയാള്. രണ ഫാത്തിമ മനഃപൂർവ്വം അടുക്കളക്കകത്തേക്ക് എന്ന് അനുമോളെ ചൊറിഞ്ഞു വലിയ പ്രശ്നമാക്കി മാറ്റി. അപ്പോൾ എല്ലാവർക്കും കണ്ടന്റ് വേണമെങ്കിൽ അനുമോള് മാത്രമേ ഉള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തി. ആർക്കും അവരവരുടേതായിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഇന്ന് രാവിലെ ബി തുറന്നാൽ കാണുവാൻ കഴിയുന്ന കണ്ടന്റ് എന്താണ്? അനുമോളും ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, അതൊരു കണ്ടന്റാണ്. ഇല്ല, അനുമോള് ജോലി എടുക്കാതിരിക്കുന്നു, അതും ഒരു കണ്ടന്റാണ്. മറ്റുള്ളവർ എന്ത് കണ്ടന്റാണ് അവിടെ കൊടുക്കുന്നത്? എല്ലാവരും തമ്പുരാനെന്നും തമ്പുരാട്ടിയെന്നും വിളിച്ചുകൊണ്ട് ഊള കോമഡിയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അവരുടെ ചുറ്റിലും നടക്കുകയാണ്. അവരാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മൂലയിൽ മാറി ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനപ്പുറത്ത് എന്താണ് അവിടെ ഉള്ളത്? എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം അനുമോളുമായിട്ടുള്ള പ്രശ്നം അടുത്ത ഘട്ടത്തിലേക്ക് മാറുമോ എന്നുള്ളതാണ്. അല്ലാതെ ഈ തമ്പുരാനും തമ്പുരാട്ടിയും അവിടെ എന്ത് ഭരണപരിഷ്കാരമാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള ചിന്തയിലേക്ക് ആരും എത്തുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു ഔട്ട്പുട്ടൊന്നും അവർക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ എന്താകും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട കാര്യമാണ്. എന്തായാലും ഈ ഗ്രൂപ്പ് കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അനുമോള് കിച്ചണിലേക്ക് ഡ്യൂട്ടിക്ക് കയറാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നു. എന്തുകൊണ്ടാണ് അവർക്കെതിരെ സംസാരിക്കാതിരുന്നത്? അതിനകത്ത് ആക്രമിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അടുക്കളയാണല്ലോ എപ്പോഴും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഗ്രൂപ്പ് മിണ്ടാതിരുന്നത്. അതുമാത്രവുമല്ല, അപ്പാനിയും അക്ബറും ആര്യനും ഒക്കെ ഇന്നലെ പലയാവർത്തി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ന് അനുമോളെ കിച്ചണിൽ കയറ്റരുത്, അവർ കയറിയാൽ ഇറക്കി വിടണം എന്നൊക്കെ. അങ്ങനെ ഇറക്കി വിട്ടു. അനുമോള് പുറത്തുപോയി ഇപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സംഗതിയോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. കാരണം അങ്ങനെ ഭക്ഷണം കഴിക്കാതെ എത്ര ദിവസം അവിടെ തുടർന്നു പോകാൻ കഴിയും? ഒടുവിൽ ഈ ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടുവന്ന് വീണ്ടും ഭക്ഷണം എടുത്ത് കഴിക്കേണ്ടി വരും. അനുമോള് പണിയൊന്നും എടുക്കാതെ അവിടെ ഇരിക്കുകയാണ്. അഭിലാഷ് പോയിട്ട് ഉപദേശിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും ജോലി ചെയ്യാതിരിക്കുന്നത് ശരിയല്ല, ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അവർ ജോലി ചെയ്തിട്ട് ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ അവിടെ ഇരുന്നത്. എന്നാൽ അനുമോൾക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അപഹാസ്യയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെയുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രൂപ്പിനെതിരെ ഒരു ഒറ്റയാൾ പട്ടാളം പോലെ പട നയിക്കുന്ന ഒരാളായിട്ട് ഇപ്പോൾ അനുമോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്ബറിന്റെയും അപ്പാനിയുടെയും രണ ഫാത്തിമയുടെയും ആര്യന്റെയും ജിസൈലിന്റെയും എല്ലാം കളികൾക്കെതിരായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അനുമോൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആരും സപ്പോർട്ട് ചെയ്യുവാനില്ല. തന്റെ കൂട്ടാളി എന്ന് പറയുന്ന ശൈത്യ അപ്പുറത്തും നിൽക്കും ഇപ്പുറത്തും നിൽക്കും. അനു ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അവിടെ പോയി അല്പനേരം നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് നീ കരയുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് അല്പനേരം അവിടെ ഇരിക്കും. ആരെങ്കിലും വന്നൊരു കുത്തു കൊടുക്കുമ്പോഴേക്കും അവിടുന്ന് ദേഷ്യപ്പെട്ട് ഓടി ഇപ്പുറത്ത് വന്നിരുന്നിട്ട് അവരോട് പറയും ഞാൻ അവളോട് പറഞ്ഞതാണ്, അവൾ കേൾക്കുന്നില്ല. ഇതൊക്കെയാണ് ശൈത്യ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഗ്രൂപ്പിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് അനുമോൾ മാത്രം പോരാടുകയാണ്. ഈ ഗ്രൂപ്പ് പൊളിക്കുവാൻ വേണ്ടി വന്ന ഒരു ഫോർ ദ പീപ്പിൾ ഉണ്ടായിരുന്നല്ലോ അവിടെ. ഷാനവാസ്, അഭിലാഷ്, ഒനിൽ സാബു, പിന്നെ അനീഷിനെ കൂടെ അവർ അതിന്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. അനീഷ് അതിന്റെ കൂട്ടത്തിൽ ചേരുന്ന ഒരാളല്ല എങ്കിലും 4 പേരും കൂടി 1-2 പ്രാവശ്യം ഒരുമിച്ചിരുന്നത് കണ്ടപ്പോഴേക്കും അക്ബർ ചാർത്തി കൊടുത്ത പേരാണ് ഫോർ ദ പീപ്പിൾ എന്നുള്ളത്. ഈ ഫോർ ദ പീപ്പിളിനും ഇപ്പോഴവിടുത്തെ പ്രബല ഗ്രൂപ്പിനെതിരെ യാതൊരു പ്രശ്നവുമില്ല. അവരുമെല്ലാം അവരവരുടെ കാര്യം നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അതിനിടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്ത് നിൽക്കുന്നത് അനുമോൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയുമൊക്കെ പറഞ്ഞതുകൊണ്ട് അനുമോളുടെ ഭാഗത്ത് കംപ്ലീറ്റ് ശരിയുണ്ട് എന്നൊന്നുമല്ല പറയുന്നത്. അനുമോളുടെ ഭാഗത്തും ചില വീഴ്ചകളും പിടിവാശികളും കുറച്ച് ഈഗോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു ടാസ്ക് വരുമ്പോൾ ആ ടാസ്കിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് കൂടി മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് നല്ലതായിരിക്കും. കാരണം വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ടാസ്കിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈഗോ അത് കാര്യമായിട്ട് അനുമോളെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്കിലും ഗെയിമിലുമൊക്കെ വേണ്ട തരത്തിൽ തനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കാതെ മാറിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ന്യായീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എത്ര ദിവസം അവർക്ക് ഇങ്ങനെ ഉണ്ണാവൃതവുമായിട്ട് അവിടെ നിലനിൽക്കുവാൻ കഴിയും? അതിന്റെ ആവശ്യവുമില്ലല്ലോ. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ തുല്യമായ അധികാരവും അവകാശവും അവർക്കും അവിടെയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് കഴിക്കാതിരിക്കുന്നത്? അതിന്റെ പിൻപിലുള്ളത് ഈഗോ മാത്രമാണ്. രണ ഫാത്തിമയോടുള്ള ഈഗോ. ആ ഈഗോയും പിടിച്ച് മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും രണയെ പോലെയുള്ള ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ സ്പേസ് കൊടുക്കുന്നത് പോലൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതിനെ നമുക്ക് ന്യായീകരിക്കുവാനും കഴിയില്ല. എന്തായാലും ഒറ്റ കാര്യം പറയാം, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആർക്കും പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും തന്നെ ഇല്ല. എല്ലാ ആൾക്കാരും അനുമോടെ പുറകിന് മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അനുമോളെ ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുക, അതിൽ കൂടി എന്തെങ്കിലും നേട്ടമുണ്ടാക്കുവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചുളുവിൽ സ്കോർ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയും അനുമോളെ പൊക്കുവാനും അനുമോളെ വെളുപ്പിക്കുവാനും അനുമോളുടെ PR എത്തി എന്നുള്ളത്. നമ്മളിങ്ങനെ കാണുന്നതും കേൾക്കുന്നതിലും നമ്മുടെ അഭിപ്രായമാണ് പങ്കുവെക്കുന്നത്. അതിനോട് വിയോജിപ്പുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്തായാലും തൽക്കാലം ഇതൊക്കെ പറയാനുള്ളൂ. മറ്റെന്തെങ്കിലും കണ്ടന്റുകളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ അപ്ഡേഷനുമായി എത്താം. തൽക്കാലം ബൈ.